മലയാള സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത്. ആ കുടുംബത്തിലെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ തന്റെ നിലപാടുകൾ കൊണ്ടും തുറന്ന പറച്ചിലുകൾ കൊണ്ടും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. എന്നാൽ ദിയ കൃഷ്ണ വിവാഹിതയാവുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തതോടെ ഈ ചർച്ചകൾ മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിയക്കെതിരെ നടക്കുന്ന അൺസബ്സ്ക്രൈബ് ആഹ്വാനങ്ങളും അതിനോടുള്ള അവരുടെ പ്രതികരണവും ഡിജിറ്റൽ യുഗത്തിലെ വ്യക്തി സ്വാതന്ത്ര്യവും പ്രേക്ഷക താല്പര്യവും തമ്മിലുള്ള സംഘർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചാഴ്ചകൾക്ക് മുൻപ് ദിയ പങ്കുവച്ച ഒരു ബ്ലോഗാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത്. തന്റെ മകൻ ഓമിയുടെ കാര്യത്തിൽ ആരും അനാവശ്യ ഉപദേശങ്ങളുമായി വരേണ്ടതില്ലെന്നും കുഞ്ഞിനെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയാമെന്നും ദിയ തുറന്നടിച്ചു. തന്റെ സ്വകാര്യതയിലേക്ക് ആരും കടന്നു കയറരുതെന്ന ദിയയുടെ കടുത്ത ഭാഷയിലുള്ള പ്രതികരണം ഒരു വിഭാഗം പ്രേക്ഷകരെ പ്രകോപിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ ഒരു കുഞ്ഞിനെ നിരന്തരം പ്രദർശിപ്പിക്കുകയും അതിലൂടെ വരുമാനം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ആ കുഞ്ഞിന്റെ വളർച്ചയെക്കുറിച്ച് അഭിപ്രായം പറയാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് വിമർശകർ വാദിക്കുന്നത്. സ്വകാര്യത അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കുഞ്ഞിനെ എന്തിനാണ് ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നത് എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നു. ഇതിനെ തുടർന്നാണ് ദിയയുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആഹ്വാനം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ സജീവമായത്. വിവാഹത്തിന് മുൻപ് സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യാനും ആഘോഷങ്ങളിൽ ഏർപ്പെടാനുമായിരുന്നു ദിയ സമയം കണ്ടെത്തിയിരുന്നത്. എന്നാൽ അമ്മയായതോടെ തന്റെ ലോകം മകനാണെന്ന് ദിയ തെളിയിച്ചു. അശ്വിനുമായുള്ള പ്രണയവും വിവാഹവും വളരെ വേഗത്തിലായിരുന്നു. ഒരു കുടുംബജീവിതം നയിക്കണമെന്നും അമ്മയാകണമെന്നുമുള്ള ദിയയുടെ വലിയ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത്. ഇന്ന് തന്റെ ബിസിനസ് കാര്യങ്ങൾക്കും മകനൊപ്പമുള്ള നിമിഷങ്ങൾക്കുമാണ് ദിയ മുൻഗണന നൽകുന്നത്. പഴയതുപോലെ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങി നടക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് ദിയ തന്റെ വ്ലോഗുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. മകന്റെ ഓരോ വളർച്ചയും ഒപ്പിയെടുക്കുന്നതിലാണ് താരം ഇപ്പോൾ സന്തോഷം കണ്ടെത്തുന്നത്. മകന്റെ കാര്യത്തിൽ ദിയ പുലർത്തുന്ന ചില നിലപാടുകൾ മറ്റു കുടുംബാംഗങ്ങളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. മെഡിക്കൽ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതിന്റെ ഭാഗമായി കുഞ്ഞിനെ മറ്റുള്ളവർ ഉമ്മ വയ്ക്കുന്നത് ദിയ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്ക് അണുബാധ ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന ഡോക്ടർമാരുടെ അഭിപ്രായമാണ് ദിയ ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ കുഞ്ഞിന് ഒരുപാട് സമയം മറ്റാരെങ്കിലും എടുക്കുന്നതും ദിയയ്ക്ക് ഇഷ്ടമല്ല. തന്റെ സഹോദരിമാരായ അഹാനയും ഇഷാനയും ഹൻസികയും കുഞ്ഞിനെ ലാളിക്കാൻ എത്തുമ്പോൾ പോലും ദിയയുടെ നിബന്ധനകൾ അവിടെയുണ്ട്. കുഞ്ഞിന്റെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു അമ്മയുടെ ജാഗ്രതയായി ഇതിനെ കാണാമെങ്കിലും കുടുംബാംഗങ്ങൾക്കിടയിൽ ഇത് ചിലപ്പോഴൊക്കെ അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്നും ആരാധകർ സംശയിക്കുന്നു. പ്രസവശേഷം ദിയ കുറെ കാലം സ്വന്തം വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ അടുത്തിടെ ഭർത്താവ് അശ്വിനും കുഞ്ഞിനുമൊപ്പം സ്വന്തം ഫ്ളാറ്റിലേക്ക് ദിയ മാറി. സ്വന്തം കാര്യങ്ങളിൽ മാതാപിതാക്കളോ സഹോദരിമാരോ ഇടപെടുന്നത് ദിയയ്ക്ക് ഇഷ്ടമല്ല എന്നത് വിവാഹത്തിന് മുൻപേ പരസ്യമായ കാര്യമാണ്. തന്റെ ഫ്ളാറ്റിലെ കാര്യങ്ങൾ താൻ തന്നെ തീരുമാനിക്കുമെന്ന നിലപാടിലാണ് താരം. എങ്കിലും സഹോദരിമാർക്കിടയിലെ ബന്ധത്തിന് വിള്ളലുകളൊന്നുമില്ലെന്ന് ഇഷാനി കൃഷ്ണയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഇടയ്ക്ക് തങ്ങൾ ദിയയുടെ ഫ്ളാറ്റിൽ പോകാറുണ്ടെന്നും കുഞ്ഞിനെ കാണാറുണ്ടെന്നും ഇഷാനി പറയുന്നു. എന്നാൽ അവിടെയും ദിയയുടെ കടുത്ത നിയമങ്ങൾ പാലിക്കേണ്ടി വരുന്നുണ്ടെന്ന് ഇഷാനി തമാശ രൂപേണ സൂചിപ്പിച്ചിരുന്നു. ദിയ കൃഷ്ണയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ പുതിയതല്ല. വിവാഹശേഷം അശ്വിനെ താരം പരിഹസിക്കുന്നുവെന്നും ഇകഴ്ത്തി സംസാരിക്കുന്നുവെന്നും നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ അത്തരം സൈബർ ആക്രമണങ്ങളെ ഒന്നും ദിയ ഗൗരവകരമായി എടുക്കുന്നില്ല. തന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നും അവരോട് മാത്രമേ തനിക്ക് മറുപടി നൽകേണ്ട ബാധ്യതയുള്ളൂ എന്നുമാണ് ദിയയുടെ നിലപാട്. ഏറ്റവും പുതിയ വ്ലോഗിലും തന്റെ സ്ഥാപനത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ചതിനൊപ്പം കുഞ്ഞിനെയും താരം കാണിക്കുന്നുണ്ട്. അൺസബ്സ്ക്രൈബ് ആഹ്വാനങ്ങൾ തന്റെ ഉള്ളടക്കത്തെയോ കാഴ്ചക്കാരുടെ എണ്ണത്തെയോ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസമാണ് ദിയ ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ജീവിതം എപ്പോഴും ഒരു തുറന്ന പുസ്തകമാണ്. അവർ പങ്കുവയ്ക്കുന്ന ഓരോ കാര്യവും പ്രേക്ഷകർ വിചാരണ ചെയ്യും. ദിയ കൃഷ്ണയുടെ കാര്യത്തിൽ അവർ തന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും ധിക്കാരമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്നാൽ ഒരു അമ്മ എന്ന നിലയിൽ തന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം തനിക്കാണെന്ന ദിയയുടെ വാദത്തിൽ വലിയൊരു ശരിയുണ്ട്. ഡിജിറ്റൽ ലോകത്തെ ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ തുടരുമെന്നതും ഉറപ്പാണ്. ദിയയുടെ ഈ കർക്കശമായ നിലപാടുകൾ ആരാധകരെ അവരിൽ നിന്ന് അകറ്റുമോ അതോ കൂടുതൽ ആളുകളെ അവരിലേക്ക് ആകർഷിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്.